ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ പുഴുങ്ങലരി കൊണ്ടുള്ള പുട്ടും ചിക്കൻ കറിക്ക് സമമായിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഈ പുട്ടുണ്ടാക്കാൻ റേഷൻ കടയിലെ ഇങ്ങനെയുള്ള അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി ഒരു 4-5 മണിക്കൂർ എന്നെങ്കിലും കുതിർന്ന് കിട്ടണം. അതിന് ഞാൻ ചൂടായ വെള്ളത്തിലാണ് കേട്ടോ ഈ അരി ഇട്ട് വെക്കണത് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 5 മണിക്കൂർ അതവിടെ നിന്നിട്ട് കുതിരട്ടെ. 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി അരി നല്ലോണം കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരോട്ടുള്ള പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയതിൻ്റെ ശേഷം ഒരു തുണി ഒരു പരന്ന സ്ഥലത്ത് ഒരു മേശപ്പുറത്തിട്ട് വിരിച്ചിട്ട് അത് നല്ലോണം ഒന്ന് പരത്തിയിടുക അരി. എന്നിട്ട് ആ തുണിയൊന്ന് വെള്ളം നല്ലോണം വലിച്ചെടുക്കണം. മറ്റേ ഇത് പൊടിക്കുന്ന സമയത്ത് ഉണ്ട പോലെ ആയിട്ട് വരും വെള്ളം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ആ തുണീൻ്റെ തല അരിൻ്റെ മേതിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം വേഗം വെള്ളം വാർന്ന് കിട്ടും. ഇപ്പോൾ അരി വെള്ളമൊക്കെ പോയിട്ട് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിലായിട്ട് പൊടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് പൊടി കിട്ടിയിട്ടുള്ളത്. അരി മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് സിമ്മിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മേതയ്ക്ക് നല്ല രാവി ഇങ്ങനെ വരും, ഒരു ചൂട് ഒരു പുക ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് വാങ്ങേണ്ടത് കേട്ടോ. 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. രാത്രി വെള്ളത്തിലിട്ട കടലയാണ് ഈ പുട്ടിലേക്ക് വേണ്ടിയിട്ട്. 2 ഗ്ലാസ് കടല നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടുക. കടല വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും ഒരു തക്കാളിയും ഒരു സവാളയും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുക. ഞാൻ ഈ പുട്ടും പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഉപ്പിട്ടിട്ട് കുഴയ്ക്കാറ്. ഇങ്ങനെയാണ് ഞാൻ കുഴച്ചെടുക്കണത്. അത് വെള്ളം നോക്കിയതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു പാകത്തിലാണ്, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉണ്ടയാക്കിയാൽ ഇങ്ങനെ ഇതാക്കി വീഴണ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഒരു 5 വിസിൽ വന്നിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച ഉള്ളി തക്കാളി ഇതിനൊന്ന് വഴറ്റി ചേർത്തണം. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളി ഒന്ന് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കുക. അതിപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ആ മുറിച്ച് വെച്ച തക്കാളി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതും വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അത് ആ കടലയിലേക്ക് ഇട്ട് കൊടുക്കുക. കടലയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനൊരു മുറി തേങ്ങ അങ്ങനെ പൂണ്ടെടുത്തിട്ടുള്ളതാണ്. അത് ചീഞ്ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കുക. അത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുക. ഇനി ഇത് അരച്ചെടുക്കണമെങ്കിൽ ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും പുട്ടിൻ്റെ പണി നോക്കുക. പുട്ടിന് നല്ലോണം തേങ്ങ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് പൊടി ഇങ്ങനെ കോരി നിറയ്ക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് സാധാ പുട്ടിൻ്റെ മാതിരി ആവി കയറ്റിയെടുക്കുക തന്നെയാണ് വേണ്ടത്. ഒരു 5-8 മിനിറ്റ് നല്ലോണം ആവി കയറ്റിയാൽ മതി. ഇത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ടും ചൂടുവെള്ളത്തിൽ കുഴച്ചതിനെ കൊണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പുട്ട് കഴിക്കാനായിട്ട്. പച്ചരി പുട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പുട്ടുപൊടി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കുക. അതവിടെ കിടന്ന് ആവട്ടെ. അപ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കണം. വറുത്ത തേങ്ങ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കടലക്കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കയ്യിൽ കടലെടുത്തിട്ട് അരച്ച് ചേർക്കുക. കടലക്കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടും. ആ കടല അരച്ചത് അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക.
നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് എല്ലാ മിക്സും കൂടി നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോഴേക്ക് പുട്ട് ആവി വന്നിട്ടുണ്ട്. പുട്ട് കുത്തുക. നല്ല സോഫ്റ്റ് പുട്ട്. ബാക്കിയുള്ള പുട്ടും കൂടി ഇങ്ങനെ ചുട്ടെടുക്കണം. കടലക്കറിയിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കണം. അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടും റെഡി ആയിട്ടുണ്ട്. പുട്ടിന് പറ്റിയ കോമ്പിനേഷൻ കടലക്കറി തന്നെയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുട്ടും ഇതുപോലൊരു കടലക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.